ഹായ്, നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിയുടെ തേങ്ങ വറുക്കുന്ന പ്രോസസ്സാണ്. തേങ്ങ വറുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില, പിന്നെ മസാലകളൊക്കെ സാധാ നമുക്ക് ചിക്കൻ കറിക്ക് ഇടുന്ന പോലത്തെ മസാല എല്ലാം ചേർക്കുക. എന്നിട്ട് അത് നല്ല വറുത്ത് വയ്ക്കുക. വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുക. അതിന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് ചൂടാറിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ അടുത്തൊരു ചെറിയ ചീനച്ചട്ടിയല്ല, വലിയ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കണേ. ആ വലിയ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിന് കടുക് ഇടണ്ട, അല്ലാതെ കുറച്ച് ഇതിന് അരച്ച് എടുത്ത ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് കുറച്ച് അതിലോട്ട് ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അധികം തീ വയ്ക്കാതെ ഒന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അത് ഇൻഡാലി ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ടാണ് അത് ഇളക്കി കൊണ്ടേയിരിക്കുന്നത്. അപ്പോഴേക്കും അതിലോട്ട് ഉള്ളിയും ഇതെല്ലാം ഇട്ടു. ഇനി അത് ഇളക്കണം, അത് ചെറുതായി മൂപ്പിക്കണം. ഞാൻ വീഡിയോ പിടിക്കണതിൻ്റെ ഒപ്പം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മറ്റേ ചീനച്ചട്ടിയിലേക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ബാക്കി അതിലോട്ട് ഇതുപോലെ ചെറുതായിട്ട് വഴറ്റി കുറച്ച് നല്ലോണം ആവണം കേട്ടോ. അതായി കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് അരപ്പ് മിക്സിയിൽ അരയ്ക്കാം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണേ. അതിന് മുമ്പ് നമ്മൾ ചിക്കനൊക്കെ ഗാർണിഷ് ചെയ്ത് വെക്കണം. കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഉള്ളതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം. 1 മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കാം കേട്ടോ. അരമണിക്കൂർ വയ്ക്കുമ്പോൾ അതിലോട്ട് ആ മുളകിൻ്റെ ഇതൊക്കെ പിടിക്കും. ഇത് ഞങ്ങളുടെ കിച്ചണിൽ കൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. കുറച്ച് കാന്താരി ചെടിയൊക്കെ നിൽപ്പുണ്ട് കണ്ടോ. അങ്ങനെയുള്ള കാഴ്ചയാണ്. കാഴ്ച കണ്ടിട്ട് നമുക്ക് വീണ്ടും ചിക്കൻ കറിയിലോട്ട് തന്നെ വരാം. അത് ചെറിയ തീ വെച്ചതുകൊണ്ട് ആയില്ല കേട്ടോ, വേണ്ടിട്ടില്ല. ചെറിയൊരു സൗണ്ട് കേട്ടോ, പുറത്ത് ചെറുതായിട്ടൊരു പാട്ടിൻ്റെ എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഇളക്ക് കൊണ്ട് ഇതുവരെ മൂത്തിട്ടില്ല കേട്ടോ. അതാണ് എൻ്റെ ഇളക്കിൻ്റെ പ്രത്യേകത. എൻ്റെ ഇടയിൽ ചെറിയൊരു കടി കിട്ടിയ അത് കഴിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞു വിശക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നേ. ചിക്കൻ നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനൊക്കെ ആ അരപ്പിലോട്ട് ഇടുക. അപ്പോഴേക്കും അടുത്ത ആൾ ഇളക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. എൻ്റെ ഇളക്കിൻ്റെ കൂടുതൽ കൊണ്ട് മേടിച്ചു കേട്ടോ ഇളക്കാൻ. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇളക്കിയതാണ്. അപ്പം മെയിനായിട്ടുള്ള ആൾ അത് മേടിച്ച് ഇളക്കാൻ തുടങ്ങി. അപ്പോഴേ കറിക്കുള്ള ടേസ്റ്റൊക്കെ വരുള്ളൂ. അങ്ങനെ ചിക്കൻ കറിയിലെ പകുതി സ്റ്റെപ്പേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ അരപ്പൊക്കെ അരച്ച് വെക്കണം, നേരത്തെ അരച്ച് വെക്കണം. ഉപ്പ് നോക്കി, ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട്. അതാണ്
ഈ ചിക്കൻ കറിയിലെ ഒരു വ്യത്യാസം. അത് ഇടാറായിട്ടില്ല, ആയി വരണേ ഉള്ളൂ. അപ്പം ഇതേപോലെ നിങ്ങളും ചിക്കൻ കറി വെക്കണേ. ഞാൻ പറഞ്ഞ ഐറ്റം വന്നേ, ഇത് വേറൊന്നുമല്ല, നമ്മുടെ സാമ്പാറിലെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കുമ്പളങ്ങയും കോഴിയും. ഇത് കുറേ കേട്ടിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടോ ഇങ്ങനെ വെച്ച് നോക്കുന്നത്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. കുമ്പളങ്ങയും കോഴിയും കൂടിയിട്ട് എങ്ങനെയുണ്ട് കോമ്പിനേഷൻ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ കുമ്പളങ്ങ ഇട്ടു. കുമ്പളങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇളക്കിയിട്ട് ഒരു വെള്ളം അത്യാവശ്യം ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാകും. പിന്നെ പച്ചക്കറി ആകുമ്പോൾ പച്ചക്കറിയിൽ നിന്നും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിക്കുന്നത് കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രമേ ഒഴിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ കൂടുതലായി പോകും. പിന്നെ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കിടന്ന് തിളപ്പിക്കേണ്ടത് വരും. അങ്ങനെ തിളപ്പിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് മുഴുവൻ പോകുകയും ചെയ്യും. തിളച്ച് വെള്ളം പറ്റുമ്പോഴേക്കും കറിയത്തെ കഷ്ണങ്ങൾ മുഴുവൻ വെന്ത് ഉടഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ട് വെള്ളം സ്വല്പം ഒഴിക്കുക. എന്നാണ് ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നത്. അതും ഗ്ലാസ് മുഴുവനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. ഇനി ബാക്കി നമ്മൾ അരപ്പൊഴിക്കണം. അപ്പോൾ ആ അരപ്പൊക്കെ ഒഴിക്കുമ്പോൾ വരും വെള്ളം. അതുകൊണ്ട് ആ അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചുള്ളൂ, അതിൽ ഇത്രയും വെള്ളമായി കറിയിൽ. നമ്മൾ അരപ്പും കൂടി ഒഴിക്കുക. അരപ്പൊഴിക്കുമ്പോൾ ഒഴിച്ച് കഴിയുമ്പോൾ മിക്സി ഓട്ടോമാറ്റിക് നമ്മൾ അതിൽ അരപ്പുണ്ടാവും കുറച്ച്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടി ഈ കറിയിലോട്ട് ഒഴിക്കണം കേട്ടോ. ഇത് വീഡിയോ പിടിച്ചപ്പോൾ ഇത് തല തിരിഞ്ഞു പോയതാണ്. അങ്ങനെ ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. ഓട്ടോമാറ്റിക് ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാകും, അതിൽ ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് വെന്തിട്ടുണ്ടാകും. ബാക്കി കുറച്ചും കൂടി വേവ് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കണ്ട, ചെറിയ തീ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചാൽ മതി. ഇനി അതിൽ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ട ഉപ്പൊക്കെ ഇടുക. ഏകദേശം ചിക്കൻ കറി റെഡിയായി, ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചേക്കുക, വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുകയാണ്. അതാണ് അപ്പുറത്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരാൾ വന്ന് ഉപ്പൊക്കെ നോക്കി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നണം. പോരാ. അങ്ങനെ വീണ്ടും ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഉപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പ് കറക്റ്റായെന്ന് തോന്നണു. ഇളക്കി ഒന്ന് പാകം പോലെ ഒന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. എന്നാലും ചെറിയ തീയിൽ വെച്ചാൽ മതി. തേങ്ങാപ്പാലാണ് ഒഴിച്ചേക്കണേ, അരപ്പ് തേങ്ങ അരച്ചൊഴിച്ചതല്ലേ, അതുകൊണ്ട് അധികം തിളക്കണ്ട. ഇതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ വക ഒന്നും കൂടി ഇളക്കിയതാണ്, ഉപ്പ് നോക്കാനല്ല, ഇളക്കിയതാണ്. അങ്ങനെ ചെറിയ തീയിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ തീ വെച്ചാൽ മതി, സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടിരുന്ന് തിളയ്ക്കും. ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ കറി അങ്ങോട്ട് പെട്ടെന്ന് കുറുകിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ആദ്യം നമ്മൾ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന് ആ ഉള്ളി കുറച്ച് വഴറ്റിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. അതിനൊപ്പം കുറച്ച് മല്ലിയില, അത് മുകളിൽ വെറുതെ ജസ്റ്റ് ഒരു കാണുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടി ഇടുമ്പോൾ, മല്ലിയിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മല്ലിയില അരിഞ്ഞു. ഇനി അത് ഈ കറിയുടെ മുകളിൽ കൂടെ ഇടുക. കുറച്ചായിട്ടിട്ട് തീ മെല്ലെ ഓഫാക്കിയിട്ട് ഈ മല്ലിയിലയും ഉള്ളിയും എല്ലാം ഇതേപോലെ ഇങ്ങനെ മെല്ലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ മുകളിൽ പാറിക്കിടക്കും കേട്ടോ.
അപ്പോൾ നല്ല രസമാണ് കാണാൻ. കറി കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും, കഴിക്കാനുള്ള കൊതി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ. നിങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ ആൾക്കാർ വന്ന് ടേബിളിലിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ കറിയുടെ ഭംഗി കാണുമ്പോൾ തന്നെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇതേപോലെ ഒരു ചിക്കൻ കറി നിങ്ങളും വെച്ച് നോക്കണം കേട്ടോ. താങ്ക് യു.